ഹലോ എവറി വൺ, വെൽക്കം ടു ദിസ് സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈ ടിക്കറ്റ് ബോസിൻ്റെ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ കോൾ ഷെഡ്യൂൾ ചെയ്യാം എന്നുള്ളതാണ്. സോ ഹൈ ടിക്കറ്റ് ബോസ് എന്നുള്ളത് നമ്മളുടെ പ്രീമിയം ഓഫറിംഗ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അതുപോലെ റിമോട്ട് സെയിൽസും പഠിച്ച് എങ്ങനെ സ്വന്തമായിട്ടൊരു ബിസിനസ് ലോഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ലേഡീസാണ് എങ്ങനെ വർക്ക് ഫ്രം ഹോം എന്നുള്ള സിറ്റുവേഷനിൽ ഒരു ബിസിനസ് ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. സോ ഇതാണ് നമ്മളുടെ സൈറ്റ് highticketboss.com. നിങ്ങൾ ആഡ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആഡ് ക്രിയേറ്റീവ് പുതിയത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ആഡ് ക്രിയേറ്റീവ് ആണ് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനൊരു ടെക്സ്റ്റും മലയാളത്തിലുള്ള ടെക്സ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഫേസ്ബുക്ക് ആഡ്സിൽ കൂടിയും അതുപോലെ ഗ്രൂപ്പ്സിലൊക്കെ കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം ആളുകൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ അഫിലിയേറ്റ് ഐ ഡി കൊടുക്കണം. സോ അഫിലിയേറ്റ് ഐ ഡി കിട്ടണമെങ്കിൽ എളുപ്പമാണ്. ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ സിസ്റ്റം ഐ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക. സിസ്റ്റം ഐ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ഇവിടെ അഫിലിയേറ്റ് ഡാഷ്ബോർഡ് ഉണ്ട്. ഈ അഫിലിയേറ്റ് ഡാഷ്ബോർഡ് പോയിട്ട് ഇവിടെ നിങ്ങൾ അഫിലിയേറ്റ് ഐ ഡി ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ കോപ്പി ആവും. അത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം ഒരു നോട്ട് പാഡ് എടുത്തിട്ട് നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുക. സിസ്റ്റത്തിലൊരു നോട്ട് പാഡ് എടുക്കുക. ഉദാഹരണത്തിന് ഇത് നിങ്ങളുടെ അഫിലിയേറ്റ് ഐ ഡി ആണെങ്കിൽ ഇതാണ് നമ്മളുടെ ഇപ്പോൾ കോപ്പി ചെയ്ത അഫിലിയേറ്റ് ഐ ഡി ഇതാണ്. അപ്പോൾ അത് ഈ ഒരു ഫോർമാറ്റിലാണ് ഉണ്ടാവുക. ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് എസ് എ എന്നുള്ളതാണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. അതായത് https://highticketboss.com പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എസ് എ ഈക്വൽ ടു എന്ന് വരും. പിന്നെ നിങ്ങളുടെ അഫിലിയേറ്റ് ഐ ഡി വരും. ഇതാണ് നിങ്ങളുടെ കംപ്ലീറ്റ് ഐ ഡി. ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വാട്സപ്പിൽ നിങ്ങൾ ഫേസ്ബുക്ക് ആഡ്സ് ചെയ്തിട്ട് വന്നിട്ടുള്ള കസ്റ്റമേഴ്സിന് അവർക്ക് ഷെയർ ചെയ്യേണ്ടത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള യുണീക്ക് ആയിട്ടുള്ള ഐ ഡി വെച്ചിട്ടാണ് ഷെയർ ആവുക. സോ വൺസ് അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഐ ഡി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്തു. ഒന്നുകിൽ കസ്റ്റമർ ഡയറക്റ്റ് വന്നിട്ട് അവരിങ്ങനെ അടിച്ചിട്ട് വരുമ്പോൾ നമ്മളെ സൈറ്റ് ലോഡാവും. സോ നിങ്ങൾ അഫിലിയേറ്റ് ഐ ഡി വെച്ചിട്ടാണ് ലോഡ് ആവുന്നത്. എന്നിട്ട് അവർ വീഡിയോ കാണും. Along with your current job, listen to this video. Digital marketing and remote, you can build your own business working from home. Start and scaling it at to which you are expecting. To click the button below and follow. സോ ഇത് ജസ്റ്റ് ഇൻട്രോ ആണ്. ഈ ഇൻട്രോയിൽ അവർ കോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. കോൾ ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. സേ ഫോർ എക്സാമ്പിൾ അഹമ്മദ് MK, ഒരു ഫിക്റ്റീഷ്യസ് നെയിം, ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മളൊരു പേര് കൊടുക്കുകയാണ്. ഒരു നമ്പർ കൊടുക്കുക, ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇത് കസ്റ്റമറുടെ ഇമെയിൽ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് ഐ ആം റെഡി ടു ബുക്ക് എ കോൾ. ഇത് ഇൻവാലിഡ് അഡ്രസ് ആണെന്ന് പറയുന്നു. ഓക്കെ, അടുത്ത പേജിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ചൂസ് എ ഡേറ്റ് ആൻഡ് ടൈം ഫോർ ദ കോൾ ആൻഡ് ബുക്ക് ദ കോൾ ഫ്രം ദിസ് കലണ്ടർ. അപ്പോൾ ഇതിലിവിടെ വന്നു കഴിഞ്ഞാൽ 30 മിനിറ്റ്സ് ഡ്യൂറേഷനിലുള്ള കോൾസ് ആണ്. അപ്പോൾ ഡേറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മൺഡേ ആണെങ്കിൽ മൺഡേ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 9:30 തൊട്ടുണ്ട്. ഞാൻ ഓൾറെഡി നമുക്ക് ട്യൂസ്ഡേ സെലക്ട് ചെയ്യാം. 9:30 തൊട്ടുണ്ട്. അത് IST-യിലാണ്. 9:30, 10, 10:30, 11, 11:30, 16:30, 4:30, 5, 5:30 അങ്ങനെ ഇത്രയും ഷെഡ്യൂളുകളിൽ ഞാൻ അവൈലബിൾ ആണ്. സോ ഇനീഷ്യലി നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഈ സമയത്ത് ഞാനാണ് കോൾ ക്ലോസ് ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ നല്ല ക്ലോസസ് ഡോട്ട് ആയതുകൊണ്ട് അല്ലെങ്കിൽ നല്ല ട്രെയിനിങ് തരും ക്ലോസ് ചെയ്യാനുള്ള. ആ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇത് കുറച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ചെയ്യാനും നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ തൽക്കാലം ഞാനാണ് ക്ലോസ് ചെയ്യുന്നത്. നിങ്ങൾ കോൾ ഷെഡ്യൂൾ ഞാൻ ചെയ്യുന്നത്. കോൾ ഷെഡ്യൂൾ ചെയ്യുന്ന ആളെ വിളിക്കുന്നതാണ് സെറ്റർ എന്ന് പറയുന്നത്. സെറ്റർ എന്നാണ് പറയുക, കോൾ സെറ്റ് ചെയ്യുന്ന ആൾ. സോ ഈ സെറ്റർ പ്രോസസ്സിൽ ഇപ്പോൾ നിങ്ങളൊരു കോൾ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം സെലക്ട് ചെയ്യാണ്. ഒന്നുകിൽ നിങ്ങൾ ആ കസ്റ്റമറിന് വേണ്ടിയിട്ട് ആ പ്രോസ്പെക്റ്റിന് വേണ്ടി ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ അവരോട് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ 9:30 സെലക്ട് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് അടിച്ചാൽ മാത്രം മതി. ഇപ്പോൾ സബ്മിറ്റ് ആയിട്ടുണ്ട്. സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ
അവിടെ ഒരു കൺഫർമേഷൻ ഇങ്ങനെ വരും, യുവർ ബുക്കിംഗ് ഇസ് കൺഫേംഡ് ആൻഡ് യു വിൽ റിസീവ് ദ സൂം ലിങ്ക് ടു ജോയിൻ ദ കോൾ ഇൻ യുവർ ഇമെയിൽ. ഇത്രയും പറഞ്ഞതിന് ശേഷം പ്ലീസ് ആഡ് ദ സെയിം ടു യുവർ കലണ്ടർ, ഇൻസ്റ്റാൾ സൂം ഓൺ യുവർ ലാപ്ടോപ്പ്, ബി ഇൻ എ കംഫർട്ടബിൾ ആൻഡ് ക്വയറ്റ് റൂം, ഹാവ് എ പെൻ ആൻഡ് പേപ്പർ. ഇത്രയും കാര്യങ്ങളാണ് അവരടുത്ത് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ അവരൊന്ന് ഓർമ്മിപ്പിക്കാനും ശ്രമിക്കുക. അതായത് അവർ ബുക്ക് ചെയ്തിട്ടുള്ള കലണ്ടറിൽ മീറ്റിംഗ് ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് അവരെ ഓർമ്മിപ്പിക്കുക. മൊബൈലിലുണ്ടാവുമല്ലോ ഗൂഗിൾ കലണ്ടർ, ആ ഗൂഗിൾ കലണ്ടറിലൊന്ന് ആഡ് ചെയ്താൽ മതി. അപ്പോൾ അവർക്ക് പ്രോംപ്റ്റ് വരും സമയമാവുന്ന സമയത്ത്. അതുപോലെ തന്നെ ഈ മീറ്റിംഗ് 9:30ക്കാണ് വന്നത്. 8:30 ആവുന്ന സമയത്ത് ഒരു ഓട്ടോമേറ്റഡ് ഇമെയിൽ അവർക്ക് റിമൈൻഡർ ഉണ്ടാവും 1 മണിക്കൂർ മുന്നേ. ശരി. പിന്നെ അവരുടെ അടുത്ത് ബാക്കിയുള്ളത് നമ്മൾ കോൾസ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു 10 പേര് കോൺടാക്ട് ചെയ്താൽ 2-3 പേരൊക്കെ കോൾ ഷെഡ്യൂൾ ചെയ്യും. വാട്സപ്പിൽ 10 പേര് കോൺടാക്ട് ചെയ്താൽ 2-3 പേരൊക്കെ കോൾ ഷെഡ്യൂൾ ചെയ്യും. അതിൽ ഇപ്പോൾ ഇതുവരെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് 3 പേര് കോൺടാക്ട് ചെയ്യുന്ന കോൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സെയിൽ നടക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ അതുകൊണ്ട് നല്ല ചാൻസ് ആണിത്. നമ്മളിപ്പോൾ അതിന് കൊടുക്കുന്ന കമ്മീഷൻ 10,000 റുപ്പീസാണ്. പിന്നെ കസ്റ്റമറുടെ അടുത്ത് ഫീസിൻ്റെ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. അവർ അധികം ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കരുത്. ഡീറ്റെയിൽസ് അധികം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. സോ അവരുടെ അടുത്ത് പറയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെടുത്ത് നിങ്ങൾക്ക് ഇത് ഡിസ്കസ് ചെയ്യാം ഡയറക്റ്റ്. അപ്പോൾ അതിന് വേണ്ടി ജിഷാദിനെ കോളിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. ഇനി ഇതിൽ നിങ്ങൾ ഈ വന്നിട്ടുള്ള ആളെ നിങ്ങൾക്ക് ഈ ലീഡിനെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് 2 കാര്യങ്ങളുണ്ട്. ഇവിടെ അഫിലിയേറ്റ് ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ രജിസ്റ്റർ ആയിട്ടുള്ള ആൾ ഇവിടെ വന്നിട്ടുണ്ട്, അഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള. അത് റിഫ്രഷ് ചെയ്യാം. ഇതാണ് നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്ത ആൾ, അഹമ്മദ് MK55 എന്ന് പറഞ്ഞിട്ട്. അയാളുടെ അഫിലിയേറ്റ് ലിങ്ക് വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്കും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ ഇൻ്റഗ്രേഷൻ ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ ഷീറ്റ് ഇൻ്റഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് HTB ലീഡ്സിൽ അഹമ്മദ് MK എന്ന് പറയുന്ന ആൾ വന്നിട്ടുണ്ട്. ഏതാണ് അഫിലിയേറ്റ്? MR.ജിഷാദ്. ജിഷാദാണ് അഫിലിയേറ്റ് എന്നുള്ളത് വന്നു. എൻ്റെ അഫിലിയേറ്റ് ലിങ്കാണ്. ഫോൺ നമ്പർ ടാഗൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കെയർ ഓഫിൽ ആരെങ്കിലും വരികയാണെങ്കിൽ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കും മനസ്സിലാവും എത്ര അഫിലിയേറ്റ്സ് വന്നിട്ടുണ്ടെന്നുള്ള. അപ്പോൾ ഇതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ആരുടെ കെയർ ഓഫിൽ വന്നതാണെന്നുള്ള ട്രാക്കിംഗ് മിസ്സാവില്ല. പ്രൊവൈഡഡ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ നോട്ട് പാഡിൽ കാണിച്ചു തന്ന പോലെ ഇതേപോലെ നിങ്ങൾ ഈ ഒരു URL കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ അതിൽ മിസ്റ്റേക്കൊന്നും വരുത്തരുത്. ഇത്രയാണ് കാര്യങ്ങൾ. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ചെറിയൊരു സെഷനാണ് ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി നമ്മളിത് കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടെസ്റ്റിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ കുറച്ച് ഫിൽട്ടർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും കുറേ ട്രാഫിക് വരുന്ന സമയത്ത്. അപ്പം നമ്മളവിടെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളുടെ പ്രോസ്പെക്റ്റിൻ്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കുന്നൊരു മെക്കാനിസം ഉണ്ട്. അതിപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല, അടുത്ത സ്റ്റെപ്പായിരിക്കും. സോ ഇത്രയാണ് കാര്യങ്ങൾ. ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. ഞാനിവിടെ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്.